ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ജില്ലിങ്ങമ്മിൽ നിന്നും കെൻറ്റിൽ തന്നെ ഡോവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു ചെറിയ ഹാഫ് ഡേ ട്രിപ്പ് പോവുകയാണ്. ജില്ലിങ്ങം സ്റ്റേഷനിൽ ട്രെയിൻ കാത്തു നിൽക്കുമ്പോൾ ഞാനൊരു അടിപൊളി കാഴ്ച കണ്ടു. അത് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഇത് ഇംഗ്ലണ്ടിലെ തന്നെ മോസ്റ്റ് ലക്ഷൂറിയസ് ട്രെയിനായ ബ്രിട്ടീഷ് പുൾമൻ ബെൽമൺ ട്രെയിനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. അതുകൊണ്ട് തന്നെ കൗതുകത്തോടെ ഇതിനകത്തേക്ക് നോക്കി. ഇതിലിരിക്കുന്ന ആൾക്കാരും അവിടുത്തെ രീതിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു 80s വൈബൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻസി ഡ്രസ് കോഡൊക്കെയാണ്. എന്തായാലും ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് കയറാനുള്ള ട്രെയിനിൽ കയറി ഡോവറിലെത്തി. സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഒരു കൗണ്ടിയാണ് കെൻറ്റ്. കെൻറ്റിലെ ഒരു കോസ്റ്റൽ ടൗൺ ആണ് ഡോവർ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ ഫെറി പോയിന്റ് ഇൻ കെൻറ്റ്. ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ ബീച്ചും അതുപോലെ തന്നെ വൈറ്റ് ക്ലിഫ്സ് ഒക്കെയാണ് കാണാനുള്ളത്. വൈറ്റ് ക്ലിഫ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ബീച്ചിൽ മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ. ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. ഇന്ന് ഒരു സണ്ണി ആൻഡ് വിൻഡി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജില്ലിങ്ങം നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. ഈ ബീച്ച് സൈഡിലൊക്കെ പ്രത്യേകിച്ചും ഭയങ്കര കൂടുതലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചാണ്. ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ബീച്ച് സൈഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റ് കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നി. എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ വന്ന് കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഈ ഡോവർ ബീച്ചിൻ്റെ ഏരിയയിൽ ഒരുപാട് നല്ല ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഒരുപാട് വ്ളോഗ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തില്ല. കാരണം ഇതൊക്കെ തന്നെ ഇവിടെ കാണിക്കാനുള്ളൂ. ബീച്ച് മാത്രമൊക്കെ തന്നെ ഉള്ളൂ. സോ അങ്ങനെ UK ഒരു ബീച്ച് സൈഡിലൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഡോവറിൽ വരാം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വൈറ്റ് ക്ലിഫ്സും കൂടെ ഐഡിനറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇന്ന് ഞങ്ങൾക്ക് ലേറ്റായി, അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഇനി വേറൊരു ദിവസം വൈറ്റ് ക്ലിഫ്സിന് മാത്രം വേണ്ടിയിട്ട് വരണം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നൊരു സണ്ണി ഡേ ആണ്. പോരാത്തതിന് നമ്മൾ പോകുന്നത് ബീച്ച് സൈഡിലോട്ടാണ്. അപ്പോൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. ആരും ജാക്കറ്റൊന്നും ഇട്ട് ബീച്ച് സൈഡിലോട്ട് പോയില്ലല്ലോ. പക്ഷേ ഇന്ന് നല്ല വിൻഡിയാണെന്ന് നമുക്ക് വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് ഒക്കെ പക്കയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റ് എടുത്തിട്ടു. അത് നന്നായെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം അൺസഹിക്കബിൾ വിൻഡായിരുന്നു ഈ ബീച്ച് സൈഡിൽ. അങ്ങനെ കുറച്ച് നേരം അവിടെ നന്നായിട്ട് ചില്ല് ചെയ്തു. നമ്മളിന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബിസി ആയിട്ട് എല്ലാം കവർ ചെയ്യണം എന്നൊന്നും വിചാരിച്ചില്ല. ബീച്ച് മാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. വൈറ്റ് ക്ലിഫ്സ് ടൈം ഉണ്ടെങ്കിൽ കാണാമെന്ന് വിചാരിച്ചു. ഒടുക്കം ടൈം ഉണ്ടായില്ല. ബീച്ചിൽ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ നല്ല നല്ല ഹോട്ടൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല രസമായിരുന്നു ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ. ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് ആയാലും പിന്നെ റൂംസും എല്ലാം നമുക്കിങ്ങനെ ആ ഒരു ബിൽഡിംഗ് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോയി. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആയിരുന്നു ഇതിനകത്ത്. ബീച്ച് സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വിശന്ന് വയറ് കാളിയോണ്ട് തന്നെ ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല. മെനു കാർഡ് നോക്കിയപ്പോൾ ഒന്നും നമുക്ക് മനസ്സിലാവാത്ത ഐറ്റംസ് ആണ്. ആകെപ്പാടതിൽ നമുക്ക് അറിയാവുന്ന 2 വേർഡ്സ് പിസ്സ, പാസ്ത എന്നുള്ളത് മാത്രമാണ്. ഇതിൻ്റെ പല വെറൈറ്റീസും ആണുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പ്രോൺസ് വെച്ചിട്ടുള്ള സ്പെഗറ്റി പാസ്തയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റിക്ക് എനിക്ക് അറിയില്ലത് എന്താ സാധനം എന്ന് പോലും. നോക്കി അല്ല, സൊറന്റീന. ഇത് വെജ് ഡിഷാണ്. നോക്കി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാസ്തയാണ്. ഇത് പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാസ്തയാണ് നോക്കി. ഞാൻ ആദ്യമായിട്ടാണ് നോക്കിയുടെ ഒരു പാസ്ത ട്രൈ ചെയ്യുന്നത്. ഇതൊരു ടൊമാറ്റോ ചീസൊക്കെയുള്ള ഒരു പാസ്ത ആയിരുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവർ ഭയങ്കര കൂടുതലായിരുന്നു. ടൊമാറ്റോ ഫ്ലേവറും അതുപോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ട് ചീസ് ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഇരുട്ടായി. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇതും നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്കിങ്ങനെ ബീച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങളിത് ഇറങ്ങാനായിട്ട് റെഡി ആയിട്ടോ. എന്തായാലും ഇവിടെ നല്ലൊരു ഈവനിങ് ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. നല്ല ചിൽ വെതർ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ചിൽ ഡേ ആയിരുന്നു. എന്തായാലും നമ്മൾ കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കുട്ടി ഡോവർ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് വരാം. ടാറ്റാ.